നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിന്റെ കരകളെ പോക്കുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ നിത്യമായ രക്ഷയെ, നിത്യമായ രക്ഷയെ കൊണ്ടുവരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കുക. നിങ്ങൾ സമർപ്പിക്കപ്പെടുക. നിങ്ങളുടെ പാപ സ്വഭാവങ്ങളോട് ഗുഡ് ബൈ പറയുക. ഇന്നും ജീവിക്കുന്ന ക്രിസ്തു ഒരിക്കൽ മടങ്ങി വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. കാലാന്തികയിൽ അതിന്റെ സംഭവങ്ങൾ നടനമാടുകയാണ്. ലോകരാജ്യങ്ങളിൽ സമാധാനമില്ല. അടികൾ, സ്തോത്രം, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ കേൾക്കുമ്പോൾ അറിഞ്ഞുകൊള്ളുക. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, യുദ്ധങ്ങളെ കുറിച്ചും യുദ്ധശ്രുതികളെ കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. മണവാളന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്നു. പ്രിയരെ, മണവാളന്റെ വരവ് ഏറ്റവും അസന്നമായിരിക്കുന്നു. ഈ സമയത്ത് കൈവിടപ്പെട്ടു പോകാതെ നിത്യരക്ഷയെ സ്വീകരിച്ചുകൊണ്ട് ആ രക്ഷയുടെ പെട്ടകത്തിലേക്ക്, കൃപയുടെ ഗ്രഹത്തിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പഴയ നിയമത്തിൽ ഒരു ഭക്തനുണ്ടായിരുന്നു. സ്തോത്രം, പേര് നോഹ. നോഹ എന്ന ഭക്തൻ ദൈവസന്നിധിയിൽ നീതിമാനായ ഭക്തൻ ദൈവം പറഞ്ഞതിനനുസരിച്ച് ഒരു പെട്ടകം ഉണ്ടാക്കുകയും അവൻ ദേശത്തോടും ദേശനിവാസികളോടും ആഹ്വാനം ചെയ്തു, ഒരു വലിയ പ്രളയം ഉണ്ടാകും, നിങ്ങൾ നശിച്ചു പോകരുത്, നിങ്ങൾ ഈ പെട്ടകത്തിനകത്ത് കയറണമെന്ന് ദേശത്തോടും ദേശനിവാസികളോടും സവിസ്തരം വിസ്തരിച്ചിട്ട് അവന്റെ വാക്കിന് ചെവി കൊടുക്കാതെ ഇവൻ പൊട്ടനാന്ന് പറഞ്ഞ്, ഇവന് വേറെ പണിയില്ലെന്ന് പറഞ്ഞ് അവനെ കളിയാക്കി സ്തോത്രം പറഞ്ഞു വിട്ടു. എന്നാൽ ആ പെട്ടകത്തിന്റെ പണി കഴിഞ്ഞപ്പോൾ ദൈവം ആ പെട്ടകത്തിന്റെ വാതിലടിച്ചു. നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് കയറി. എന്നാൽ അവന്റെ വാക്കിൽ വിശ്വസിക്കാത്ത ഒരു പറ്റം സമൂഹം ആ വലിയ പ്രളയത്തിനകത്ത് നശിച്ചു പോകേണ്ടി വന്നു. ഇന്ന് പകലിൽ ഞങ്ങളിങ്ങനെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് സുവിശേഷം ലജ്ജ കൂടാതെ, മടികൂടാതെ യേശു ക്രിസ്തുവിനെ ഏക രക്ഷകനെന്ന് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറഞ്ഞേക്കാം, വട്ടാന്ന് പറഞ്ഞേക്കാം, ഭ്രാന്താന്ന് പറഞ്ഞേക്കാം, വേറെ പണിയില്ലാത്തോണ്ട് ഇറങ്ങിയതാന്ന് പറഞ്ഞേക്കാം. പക്ഷെ നിങ്ങൾ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഒരിക്കൽ വരാൻ പോകുന്ന ആ വലിയ സന്തോഷം, വരാൻ പോകുന്ന ആ നിത്യ ശിക്ഷാവിധി, അതിൽ നിന്നും ഒഴിഞ്ഞ് നിത്യമായ രക്ഷയിലേക്ക് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാറ്റമുണ്ടായാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളുടെ പ്രസംഗത്തിന് അർത്ഥമുണ്ടാകും.